അല്ല, നിയമസഭാ സമ്മേളനം കഴിഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത സമയത്തല്ലേ. നിയമസഭാ സമ്മേളനം കഴിഞ്ഞു. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ അധികം നാൾ എടുത്തിട്ടില്ല. അതിന് ഇടയ്ക്ക് എം പിമാരെ വിളിച്ചു ചേർത്ത് ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ സ്വീകരിക്കപ്പെടേണ്ട നടപടികളെ കുറിച്ച് ഉള്ള ചർച്ചകൾ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി, ചർച്ച ചെയ്യുകയുണ്ടായി. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പാർലമെൻറ്റിൽ ഇക്കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അല്ല, സ്വാഭാവികമായും ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം തരുന്ന തീയതി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ UDF കൂടാറുള്ളത്. നേരത്തെ ആണെങ്കിലും അത് തന്നെയായിരുന്നു. അതിപ്പോൾ പുതിയൊരു സംവിധാനമായി നിങ്ങളാരും വിമർശിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം ഡേറ്റ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യവും മറ്റുള്ള ആളുകളുടെ സൗകര്യം കൂടി എടുത്തുകൊണ്ടാണ് ഈ 30-ാം തീയതി കൂടാം എന്ന് അറിയിച്ചതനുസരിച്ചാണ് നിങ്ങളെയും ഈ കാര്യങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ അവർക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതിന് ഏതൊക്കെ തരത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് UDF ഒരു തീരുമാനം എടുക്കുകയും ആ UDF തീരുമാനം എടുക്കുന്നതനുസരിച്ച് UDF ഒറ്റക്കെട്ടായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അല്ല, സ്റ്റാറ്റസ് കോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പല ഇടങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ മുൻ ഗവൺമെൻറ് വെച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തുടരുന്നത്. ഏതായാലും അവരെ വെച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനമല്ല ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ അക്കാര്യങ്ങൾ കാര്യമായി ആലോചിച്ചുകൊണ്ട് അതിന് ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് നോക്കിക്കണ്ടുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. അത് സ്വാഭാവികമായി ഞങ്ങൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും. അല്ല, നിരവധി അപേക്ഷകൾ UDF കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ കൈവശം കിട്ടുന്ന അപേക്ഷകളെല്ലാം ഞങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. UDF കൂടുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ആരായിരിക്കണം കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ മറ്റൊരു തലപ്പത്ത് വരേണ്ട ആൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് പിന്നെ പാർട്ടികൾ ഓരോ പാർട്ടിക്കും കൊടുക്കേണ്ടതായ ഏതൊക്കെ എന്ന് തീരുമാനം എടുത്തതിന് ശേഷം അത് അതാത് പാർട്ടികളായിരിക്കും നിശ്ചയിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇന്ന ആളിനെയാണ് വെക്കേണ്ടത് എന്ന് അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചില തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നയപരമായി എടുക്കേണ്ട ചില തീരുമാനങ്ങൾ പ്രധാനമായിട്ട് വരേണ്ടത് എന്തൊക്കെ എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഈ മീറ്റിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് UDFൽ മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെയുണ്ട്. എല്ലാവരുമായി ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. അല്ല, അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് UDF യോഗത്തിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ. അല്ല, അത്തരം കാര്യങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ തന്നെ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരാളിനെ നിശ്ചയിക്കാൻ പറ്റില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽജിയും അതുപോലെ ഖാർഗെജിയും എല്ലാവരുമായി കൂട്ടി ആലോചിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ തീരുമാനങ്ങൾ എന്ത് വരുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് അങ്ങനെ അധികം വൈകി പോകില്ല. കാര്യങ്ങൾ വലിയ കാലതാമസം. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഡൽഹിയിലെ ഈ മറ്റൊരു പാർട്ടിയല്ല മറ്റൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അവരുടെ പേരിലാണ് അവിടെ നടക്കുന്ന സമരപരിപാടികൾ. ആ സമരപരിപാടികളുമായി ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാർ അവിടെ ഒത്തുചേരുകയാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആളുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്.
അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് കാണിക്കുന്ന തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും കേരളത്തിലെ യുവാക്കളെ അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പ്രധാൻ അദ്ദേഹം രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് വെറുതെ ഒരു മന്ത്രി രാജിവെക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് എത്രയോ ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ജീവൻ നഷ്ടപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി എടുത്തതും അതിന് നേതൃത്വം കൊടുക്കുന്നതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നു അദ്ദേഹം രാജിവെച്ച് ആ രാജിക്ക് ശേഷം മാത്രമേ കാര്യങ്ങളുമായി ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ്. ഇല്ല, ഇത് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഇതിനകത്ത് ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ കേൾക്കുകയാണ്. മീഡിയാസിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പലതും വരുന്നുണ്ട്. അത് വരുന്നത് പിന്നെ യഥാർത്ഥത്തിൽ ഉള്ള സത്യാവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി മുമ്പോട്ട് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ നിശ്ചയമായും അവിടെ സ്വീകരിച്ചു. ഞാൻ പിന്നെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ശ്രീ രാഹുൽജിയും ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും അവരെയൊക്കെ കാണാറുണ്ട് എന്നുള്ളതിലുപരി അല്ലാതെ ഒരു ക്ലെയിമും ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ ക്ലെയിം വെച്ചവരുണ്ടെങ്കിൽ അത് ആ വെച്ച ആളുകൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും കാണും. എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും പറയാനുണ്ടാകും. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അല്ല, അത് ചുമതല ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും അത് വിനിയോഗിക്കും. അല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ പേരിലല്ല. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 102 സീറ്റുമായി UDF അധികാരത്തിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ അതിലൂടെ ഞങ്ങൾ നിറവേറ്റി. അല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ. അതല്ലാതെ വിവിധ തട്ടുകളിലാക്കി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകണം. ഒരുപക്ഷെ തെറ്റും ശരിയും ഉണ്ടാകാം. ആ തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുമുള്ള നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് പാർട്ടി തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കൊരു പാർട്ടി സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ. എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് സ്വീകരിച്ചു കൊണ്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കും. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ കണ്ട് എല്ലാവരെയും പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകും. അത് സ്വാഭാവികമല്ലേ. കോൺഗ്രസ്സിന് ഉള്ള ഒരു അവകാശമുണ്ട്. ആ അവകാശത്തേക്കാൾ ഉപരിയായി UDFനെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് UDFിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ആ തരത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇല്ല, ഞങ്ങളത് ഇതെല്ലാം ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കുമല്ലോ. ഒരു ചർച്ചയിലൂടെ ഒരുപക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാം കിട്ടിയെന്ന് വരില്ല. കിട്ടിയില്ല എങ്കിലും ഞങ്ങൾ അവരുമായി ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ല നടത്തുന്നത്. ഞങ്ങൾ അവരുമായി ഒരു സമവായത്തിലൂടെ UDFനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ ആയിരിക്കും നിശ്ചയമായും സ്വീകരിക്കും. അല്ല, PM ശ്രീ ഇത് ഒപ്പിട്ടതാരാ? ഒപ്പിട്ടത് UDF അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തരുത്.
PMC എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി ഒപ്പിട്ടത് LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പോയി PMCക്ക് അനുകൂലമായി അവിടെ ഒപ്പിട്ടത്. അപ്പം LDF ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഇല്ല, അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ എല്ലാവരുടെ കൂടി ഇരുന്ന് കൂട്ടായി ആലോചിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ UDF യോഗത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ തീരുമാനം നിങ്ങളെ കൂടി അറിയും. അങ്ങനാണെങ്കിൽ ഇത് അന്ന് പോയി ഒപ്പിടാൻ വേണ്ടി രഹസ്യമായി ആളിനെ അയക്കണ്ടായിരുന്നല്ലോ. LDF ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്തിൽ രഹസ്യമായി വിദ്യാഭ്യാസ സെക്രട്ടറിയെ പറഞ്ഞുവിട്ട് അതിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ വേണ്ടി പോയത് LDF ഗവൺമെൻറ്റാണ്. ഈ പറയുന്ന അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയാതെയാണ്, അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെയാണ്, ഒന്നുമല്ലല്ലോ. ഇതൊക്കെ അവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ തടി തപ്പാൻ വേണ്ടി ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അല്ലാതെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് എന്തോ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി പൂർണ്ണമായി ഞാൻ കേട്ടില്ല. അതിനുശേഷം അതിനെ കുറിച്ച് പ്രതികരിക്കും. ഇന്നിപ്പോ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഞാനാണ് പോയി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് പല ഇടങ്ങളിലും ആളുകൾ ഇവിടെ വനിതകളെത്തി. ഈ സമരത്തിന് അനുകൂലമായി എല്ലായിടത്തും ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും അതിൻ്റെതായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് മുമ്പോട്ട് പോയത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനെ നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് വെടിയുയർത്തിയത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാനത് കണ്ടില്ല, അതുകൊണ്ടാണ് വാർത്ത വന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഈ സർക്കാർ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പറ്റിയിരിക്കുന്ന ആദ്യത്തെ വീഴ്ചയാണ് ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അത് രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഏതാണ്ട് 20ഓളം കുട്ടികളാണ് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഡൽഹിയിൽ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്കെതിരെ ഉള്ള അക്രമ പ്രവർത്തനങ്ങൾ, വളരെ മോശപ്പെട്ട തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് അവിടെ അഴിഞ്ഞാടിയത്. മോശപ്പെട്ട പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവരെ വളരെ ഈ കുട്ടികൾ ഒന്നും ഈ ഇന്ത്യ രാജ്യത്തെ കുട്ടികളല്ല എന്നുള്ള തരത്തിലാണ് അവരെ കൈകാര്യം ചെയ്തത്. ഇതുപോലെ ഒരു പ്രതിഷേധ സമരം ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. അതിനകത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നുമില്ല. കോൺഗ്രസും അതിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ കോൺഗ്രസ് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു വലിയ മുന്നേറ്റമാണ് അവിടെ കാണാൻ